രവിയുടെ സുഹൃത്തിന്റെ മകളുടെ കല്യാണമാണ് കേട്ടോ. അപ്പം ആ ഒരു കല്യാണത്തിന്റെ ഓർഡർ രേവതിക്ക് പിടിച്ചു കൊടുക്കുന്നുണ്ട്. ഓർഡർ എന്ന് പറഞ്ഞാല് സാധാരണ ഓർഡർ അല്ല, വലിയ നിലയിലുള്ള ഒരു ഓർഡർ തന്നെ പിടിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ആ മണ്ഡപം തന്നെ അലങ്കരിക്കാന് ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ രേവതിയാണ് കേട്ടോ. ഒറിജിനൽ പൂക്കൾ കൊണ്ട് വേണം മണ്ഡപവും അതുപോലെ തന്നെ സ്റ്റേജും എല്ലാം അലങ്കരിക്കാനായിട്ട്. ഈ ഒരു ഓർഡർ കിട്ടുന്നതോടെ രേവതിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അഡ്വാൻസ് ആയിട്ട് 50,000 രൂപയും രവി രേവതിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ കാര്യം സച്ചി വരുമ്പോൾ പറയുന്നുണ്ട്. സച്ചി പറയാണ്, നീ രക്ഷപ്പെട്ടല്ലോ രേവതി. രേവതി പറയാണ്, എന്തായാലും കാറിന്റെ CC ഇതോടുകൂടി ഞാൻ അടച്ചു തരും. 2 ലക്ഷം രൂപയാകും. ഞാനൊരു കണക്കെടുത്ത് വെച്ച് അതിന്റെ പരിപാടിക്കായിട്ടുള്ള പൂക്കൾക്കും അതിനുള്ള ആളുകൾക്ക് ശമ്പളം കൊടുക്കാനും എങ്ങനെ പോയാലും 4 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ കിട്ടും, 2 ലക്ഷം രൂപ ലാഭം കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രേവതി പോയിട്ട് കുറെ ആളുകളെ സംഘടിപ്പിക്കുന്നുണ്ട്. പൂക്കളൊക്കെ ഈ ശരിയാക്കാനൊക്കെ അറിയാവുന്ന കുറച്ച് ലേഡീസിനെയൊക്കെ രേവതി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ലേഡീസും ഇവളും കൂടെ കൂടിയിട്ട് ആ മണ്ഡപം എല്ലാം തന്നെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ചന്ദ്രയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. ആ ഒരു ഫ്രണ്ട് ആണെങ്കിൽ വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയാണ്. അവര് എല്ലാവരെയും ഇതുപോലെ ബഹളം ഉണ്ടാക്കാനും തമ്മി തല്ലിക്കാനും ഒക്കെ മിടുക്കിയായിട്ട് നടക്കുന്ന ഒരു ഫ്രണ്ടാണ് കേട്ടോ. അങ്ങനെ ആ ഒരു സ്ത്രീ ആണെങ്കിൽ ഈ ഒരു ഓർഡർ രവിയോട് പറയുന്നതും രവിയോട് ഇങ്ങനെ, അതായത് രവിയുടെ ഫ്രണ്ടിനോട് രവിയുടെ മകൾ ഇതുപോലെ പൂക്കച്ചവടക്കാരിയാണെന്നും അവളോട് പറഞ്ഞതിലെല്ലാം സെറ്റപ്പ് ആക്കും എന്നൊക്കെ പറയുന്നത് തന്നെ ഈ സ്ത്രീയാണ്. അങ്ങനെ ആ ഓർഡർ പിടിച്ചു കൊടുക്കുന്നതും ഈ സ്ത്രീ തന്നെയാണ് കേട്ടോ. അങ്ങനെയാണ് അവർ അറിയുന്നത് പോലും. എന്നിട്ട് ഇവരുടെ മനസ്സിലൊരു പ്ലാനിങ് ആണ് കേട്ടോ. അത് നമുക്ക് വരുന്ന വഴിയെ പറയാം. ഈ ഒരു സ്ത്രീ വിളിച്ചിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട്, ചന്ദ്ര, ഇത് കിട്ടിയേക്കുന്നത് ഗോൾഡൻ ചാൻസാ. അവൾ എന്തായാലും എല്ലാം അലങ്കരിക്കുകയും കല്യാണം കഴിയൊക്കെ ചെയ്യും. ആ സമയത്ത് അവൾക്ക് 4 ലക്ഷം രൂപ കിട്ടും. 4 ലക്ഷം രൂപയുടെ ഓർഡർ അവൾക്ക് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ പോയാലും 2 ലക്ഷം രൂപ അവളുടെ ലാഭമാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ പൈസ അവൾക്ക് കിട്ടാൻ പോകുന്നില്ല. അതിനു മുമ്പ് തന്നെ ഞാൻ ആ പൈസ അടിച്ചു മാറ്റും. അവള് കരയണം, നിനക്കും കാണുമ്പോൾ സന്തോഷമാവുമല്ലോ എന്നൊക്കെ ചന്ദ്രയോട് പറയുന്നുണ്ട്. ചന്ദ്ര ചോദിക്കാണ്, നീ എന്താ പറഞ്ഞേ? അവള് കരയുന്നോ? നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും കോകില ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്ര, എന്താ പ്രശ്നം? നിന്റെ മരുമകളെ നിനക്ക് ഇഷ്ടമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് കിട്ടിയത് ഒരു ഗോൾഡൻ ചാൻസ് അല്ലേ, അവള് കരഞ്ഞത് കാണിക്കാം, ആ കാശും പോവും എന്ന് പറയുന്നുണ്ട്. ചന്ദ്ര പറയാണ്, അവളെ എനിക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ സത്യം തന്നെ ആയിരിക്കാം, പക്ഷെ അത് അവളുടെ കഷ്ടപ്പാടാ. അവള് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് അതിനു വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുകയാണ്. അവൾ കുറച്ചു പേർക്ക് ശമ്പളം കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ 2 ലക്ഷം രൂപ അവൾക്ക് ചെലവാകുന്നുണ്ട്. അതെല്ലാം പോവില്ലേ? അവളുടെ അധ്വാനത്തിന് വെറുതെ നീ ഇല്ലാതാക്കണ്ടെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ കോകിൽ ഓർക്കുന്നുണ്ട്, ഇവർക്ക് എന്ത് പറ്റിയെന്ന് കേട്ടോ. ശരിക്കും രേവതിയുടെ ഈ സമയത്ത് ചെറിയ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങുന്ന ഒരു സമയമാണ്. ആ ഒരു സമയമായതുകൊണ്ടാണ് ചന്ദ്ര എങ്ങനെയൊക്കെ പറയുന്നത്. ചന്ദ്ര പറയാണ്, അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കിയിരുന്നോ, രേവതി ഉപദ്രവിക്കാൻ നിൽക്കേണ്ട. അവൾക്ക് ആ ഒരു ഓർഡർ കിട്ടിയെങ്കിൽ ഇനി ഇതുപോലെ ഒരുപാട് ഓർഡർ അവൾക്ക് കിട്ടും. അവളും സച്ചിയും രക്ഷപ്പെടും. അതിന് നീ ഇനി ഒരിക്കലും തടയിടാൻ വരണ്ട. എന്തെങ്കിലും ചെയ്യുന്ന ഞാൻ അറിഞ്ഞാലേ വെച്ചേക്കല്ല എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ചന്ദ്ര ഫോൺ കിട്ടാക്കാണ്. ഭാമ ചോദിക്കാണ്, എന്താ ചന്ദ്ര, എന്താ കാര്യം ചോദിക്കുമ്പം കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പാപൻ രേവതി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉറക്കവുമില്ല ഊണും ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ആ കഷ്ടപ്പാടാ ഒറ്റ ദിവസങ്ങളിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്ന് തന്നെ ചന്ദ്ര പറയുമ്പം ഭാമ പറയുന്നുണ്ട്, എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇപ്പോഴെങ്കിലും നീ മരുമകളെ മനസ്സിലാക്കിയോ എന്ന് പറയുന്നുണ്ട്. മനസ്സിലാക്കോ ഇഷ്ടപ്പെടുവോ ഒന്നും ഉള്ളതുകൊണ്ട് ഒന്നും അല്ല, സച്ചിയുടെ പൈസ ആയിരിക്കുമല്ലോ ഇത് പോയാ പോകുന്നത്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്നും പറഞ്ഞ് ചന്ദ്ര വിഷയം മാറ്റുന്നുണ്ട്. പക്ഷേങ്കിലും നമ്മുടെ ചന്ദ്രയ്ക്ക് ശരിക്കും ചെറുതായിട്ടൊക്കെ രേവതിയോടൊരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങുന്ന ഒരു സമയമാണ് കേട്ടോ. അങ്ങനെ സച്ചിയും രേവതിയും കൂടി ഇതിൻ്റെയുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്യുന്നുണ്ട്. അവന്റെ വണ്ടിയിൽ തന്നെ പൂക്കളെല്ലാം സ്റ്റേജിൽ എത്തിക്കുകയും ആ ലേഡീസിനെ എത്തിക്കുകയും എല്ലാവരും കൂടി വർക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ മണ്ഡപത്തിൽ തന്നെ ഇന്നവരെ ആരും കാണാത്ത പോലെ വളരെ മനോഹരമായിട്ട് തന്നെ അവൾ പൂക്കൾ കൊണ്ട് അതെല്ലാം അലങ്കരിക്കുകയാണ്. ആ ഒരു മണ്ഡപം നിറയെ പൂക്കളുടെ മണമായിരിക്കും കേട്ടോ. അങ്ങനെ പൂക്കളുടെ മണം കൊണ്ട് നിറച്ചിരിക്കുകയാണ് രേവതി. ഇത് കാണുമ്പം സച്ചിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. സച്ചിയാണെങ്കിലും വർഷയാണെങ്കിലും ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ.
വർഷ പറയാണ്, എനിക്ക് ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, ഞാനിതെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും രേവതി, ഇതോടുകൂടി നിനക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടും. ഇവിടെ തന്നെ ഈ മണ്ഡപത്തിന്റെ കാര്യം ഒരുപാട് പേര് ഡിസ്കസ് ചെയ്യുന്നത് കണ്ടു. അങ്ങനെയാണെങ്കിൽ ഇനി നിനക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടും. കമ്മീഷനാണെങ്കിൽ എൻ്റെ ഇതിൽ നിന്ന് വരുന്ന കമ്മീഷനിക്ക് തരണം കേട്ടോ എന്നൊക്കെ പറയാണ്. അങ്ങനെ ഇവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കണ്ട് കോഹ്ലിക്ക് ആകപ്പാട് ദേഷ്യം വന്നിരിക്കുകയാണ്. ചന്ദ്രനോട് കാര്യം പറഞ്ഞപ്പം ചന്ദ്രൻ ദേഷ്യപ്പെട്ടല്ലോ. അതുകൊണ്ട് തന്നെ കോഹ്ലിക്ക് ഒന്നുകൂടി ദേഷ്യം ഇരട്ടിയായി. കോഹ്ലി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നിന്റെ സന്തോഷമൊന്നും അധികകാലം നിലക്കില്ലടി. കാരണം ഇടയ്ക്ക് ഈ കോഹ്ലിയുമായിട്ട് നമ്മുടെ രേവതി ചേർന്ന് ഉടക്കിയായിരുന്നു കേട്ടോ. അതിന്റെ ഒരു ദേഷ്യം കൂടാണ് നമ്മുടെ ഈ കോഹ്ലി തീർക്കുന്നത്. കോഹ്ലി പറയാണ്, അന്ന് എല്ലാവരും മുമ്പിൽ വെച്ച് നീ ഇനി അപമാനിച്ചില്ലേ, നീ ഇനി അനുഭവിക്കാൻ പോണേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവളും പറയുന്നുണ്ട്. അങ്ങനെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയമായപ്പോഴേക്കും രവിയുടെ കയ്യിലേക്ക് ആ ഒരു പെണ്ണിന്റെ അച്ഛൻ വന്ന് 2 ലക്ഷം രൂപയുടെ 1.5 ലക്ഷം രൂപയും കൂടെ കൊടുക്കാം കേട്ടോ. 50,000 രൂപ അഡ്വാൻസ് കൊടുത്തല്ലോ. അപ്പൊ ബാക്കി പൂക്കൾ കൂടെ പൈസ വേണമെന്ന് രവി പറഞ്ഞപ്പോഴാണ് 1.5 ലക്ഷം രൂപയും കൂടെ കൊടുത്തത്. അങ്ങനെ അവളുടെ ഒരു മുടക്ക് പൈസ അവളുടെ കയ്യിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഈ 2 ലക്ഷം രൂപ ഞാൻ കോഹ്ലിയുടെ കയ്യിൽ കൊടുത്തേക്കാന്നും പറഞ്ഞാണ് ഇയാള് പറയുന്നത്. രവി ശരി സമ്മതിച്ചു എന്നും പറഞ്ഞ് രവിയും വരുന്നുണ്ട്. അങ്ങനെ കല്യാണമൊക്കെ എല്ലാം കഴിഞ്ഞ് കോഹ്ലിയുടെ കയ്യിൽ അയാൾ പൈസയും കൊടുക്കുന്നുണ്ട്. കോഹ്ലിയും അതൊരു മഞ്ഞപ്പൊതിക്കകത്താക്കിയിട്ട് ആ പൈസ നമ്മുടെ രേവതിനെയും ഏൽപ്പിക്കുന്നുണ്ട്. രേവതി പറയാണ്, അന്നുണ്ടായ സംഭവങ്ങളൊന്നും ഓർക്കാതെ ചേച്ചി എനിക്ക് വേണ്ടി ഇത്രയും വലിയ ഓർഡർ മേടിച്ചു തന്നല്ലോ, പൈസ തന്നല്ലോ, ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ സന്തോഷമായിട്ട് അവളുടെ സ്കൂട്ടിയിൽ പോവാണ്. സച്ചി ആണെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അവനും ഓട്ടത്തിന് പോയി കാണും കേട്ടോ. ഈ ഒരു സമയത്ത് കോഹ്ലി മനസ്സിൽ ഓർക്കാണ്, നീ എന്താടി കരുതിയത്, ഞാനെല്ലാം മറന്നെന്നോ? ഞാൻ ഒന്നും മറക്കാൻ പോണില്ല. നീ കണ്ടോ, നീ ഇനി അനുഭവിക്കാൻ പോണേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. എന്നെ നീട്ട് ഉപദ്രവിച്ചതല്ലേ, അതിന് നീ അനുഭവിക്കാൻ പോന്നേ ഉള്ളടി. എല്ലാവരും വേണ്ട നാണം കെടുത്തിയല്ലേ എന്നൊക്കെ പറഞ്ഞ് കോഹ്ലി ഇങ്ങനെ പെറുപുറത്തുകൊണ്ട് നിൽക്കാണ്. അങ്ങനെ നമ്മുടെ രേവതി സ്കൂട്ടിയിൽ പോകുന്ന വഴിക്ക് 2-3 ആണുങ്ങൾ, അതായത് റൗഡികളെന്ന് പറയാം, അവന്മാര് വന്നിട്ട് തടഞ്ഞു നിർത്തുകയും അവരുടെ വണ്ടിയിൽ നിന്നും ആ ഒരു പൈസ എടുത്തോണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. രേവതി അവർ പിന്നാലെ ഓടുകയും അവരെ പിടിച്ചൊലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും രേവതിയെ പിടിച്ചു തള്ളിട്ട് പോവാണ് അവര്. അങ്ങനെ രേവതിയുടെ കൈ തറയിൽ പോയി ഇടിച്ച് കൈ പൊട്ടുന്നുണ്ട് കേട്ടോ. രേവതി തറയിൽ കിടന്ന് കരയുന്നുണ്ട്. അത് കണ്ട് കുറച്ചു പേര് അവിടെ ഓടിക്കൂടുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിയെ അവർ ഹോസ്പിറ്റലിൽ ആക്കുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് സച്ചി വേഗം രേവതിയുടെ അരികിലേക്ക് വരികയാണ്. രേവതിയുടെ അരികിലേക്ക് വരുമ്പം രേവതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എല്ലാം പോയി സച്ചിയേട്ടാ, എന്റെ കഷ്ടപ്പാടെല്ലാം വെറുതെയായി എന്ന് പറയാണ്. ആ പൂക്കൾക്ക് മാത്രമായി 2 ലക്ഷം രൂപ. ഇനി അവർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ തന്നെ എത്ര രൂപയാകും? 2 ലക്ഷം രൂപയും കൊണ്ടാ അവന്മാർ കടന്നു കളഞ്ഞത്. അപ്പൊ സച്ചി പറയാണ്, ഇതെന്തായാലും അറിയാവുന്ന ആരോ തന്നെയാണ്, നിനക്ക് ഇങ്ങനെ ഓർഡർ കിട്ടിയതും ക്യാഷ് കയ്യിലുണ്ടെന്നും അറിയാവുന്ന ആരോ ചെയ്ത പറയാണ് എന്ന് പറയാണ്. രേവതിയാണെങ്കിലോ വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യും സച്ചിയേട്ടാ, എനിക്ക് ആദ്യമായി കിട്ടിയ വലിയൊരു ഓർഡർ ആയിരുന്നു, അത് ഇങ്ങനെയായി പോയില്ലെന്ന് പറഞ്ഞ് അവൾ കരയാണ്. സച്ചി പറയുന്നുണ്ട്, ഞാൻ നിന്നെ കൊണ്ടങ്ങ് വന്നാ മതിയായിരുന്നു, ഒറ്റയ്ക്ക് ഇവരുണ്ടായിരുന്നൊക്കെ ഓർത്ത് അവന് സങ്കടപ്പെടുന്നുണ്ട്. സാരമില്ല, അവരുടെ ശമ്പളമല്ലേ, ഞാനത് കൊടുത്തോളാം. ഇനി അത് പലിശ കിടക്കേണ്ട സച്ചിയേട്ടാന്ന് പറയുമ്പം അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം, നീ വിഷമിക്കാതിരുന്നാ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ഇവരുടെ കൈമുട്ടി ഇങ്ങനെ ഇത്രത്തോളം മുറിഞ്ഞിരിക്കുന്നത് കാണുന്നത്. അപ്പൊ സച്ചി പറയാണ്, എന്തായാലും അവന്മാര് ഞാൻ വെറുതെ വിടില്ല, നിന്നെ ഉപദ്രവിച്ചില്ല അവന്മാര്, അതുകൊണ്ട് അവന്മാർ അനുഭവിക്കാൻ പോണേ ഉള്ളൂ എന്ന് പറയാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സച്ചി ഇങ്ങനെ ഒരു പരാതിയും കൊടുത്തിടുന്നുണ്ട്. രേവതിയും പോയി തന്നെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ പരാതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവര് അന്വേഷിക്കാന്നും പറയുന്നുണ്ട്. അങ്ങനെ കോകില പിറ്റേ ദിവസം ആയപ്പോഴേക്കും ചന്ദ്രയും ഭാമയും കൂടി ഭാമയുടെ വീട്ടിലിരിക്കായിരിക്കും കേട്ടോ. ആ സമയത്ത് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. എന്താടി എന്നുള്ള ദേഷ്യമൊന്നും പോയില്ലേ? എനിക്ക് നിന്നോട് ദേഷ്യം എന്തിനാ? അല്ല, നീ അറിഞ്ഞില്ലേ ആരോ രേവതിയുടെ കയ്യിൽ നിന്ന് കാശ് അടിച്ചോണ്ട് പോയെന്ന്? ആ അറിഞ്ഞു, അവളുടെ കൈയൊക്കെ തറയിട്ട് പൊട്ടിക്കുകയും ചെയ്തു. ആരാണെന്ന് ആർക്കറിയും എന്നൊക്കെ ചന്ദ്ര പറയുമ്പം അത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര ചാടി എഴുന്നേക്കുന്നുണ്ട്. നീ എന്ത് പണിയാ കാണിച്ചത്? നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കാണ്. അത് പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, അന്ന് എല്ലാവരും മുമ്പിൽ വെച്ചേ അവളെന്നെ അപമാനിച്ചതാ, അതൊരു പ്രതികാരം ചെയ്തതാ. എന്തായാലും അവളുടെ കാശൊന്നും എനിക്ക് വേണ്ട, ദാ ഈ കാശെന്ന് പറയുന്നുണ്ട്. അയ്യോ, ഇതിപ്പോ എന്റെ തന്നാല് ഞാൻ എങ്ങനെ കൊണ്ടു കൊടുക്കും എന്ന് ചോദിക്കാണ്. നീയേ അവന്മാരുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണെന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ പറ സച്ചിയും അവളും വിശ്വസിക്കുവോ? ഇത് എന്റെ തല തന്നെ നീ കൊണ്ട് ഇട്ടല്ലോ എന്ന് പറയാണ്.
എന്തായാലും അവള് കുറച്ചു ദിവസം വിഷമിക്കട്ടെ ഓർത്ത് തന്നെ ചെയ്തതാ. അവളെ തല്ലിയിട്ട് മുട്ടുപൊടിച്ചല്ലോ, എനിക്ക് അത്രയും മതിയെന്ന് കോകില പറയുന്നുണ്ട്. ഭാമ ചോദിക്കാണ്, നീ എന്താ കോകിലി പറഞ്ഞേ? അവളൊരു കൊച്ചു പെൺകുട്ടിയല്ലേ, ഇങ്ങനെയൊക്കെ ശത്രുത വെക്കാൻ പാടുണ്ടോ? അവളുടെ കൈയെല്ലാം പൊട്ടി ചോരൊഴുകി നീ കണ്ടല്ലേ, എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ? അവൾ മരിച്ചു വന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്നൊക്കെ ചോദിക്കാണ്. കോകില പറയുന്നുണ്ട്, എനിക്കതിലെ യാതൊരു കുറ്റബോധവും ഇല്ല, ഇപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് അവളിവിടുന്ന് പോകുന്നുണ്ട്. ചന്ദ്ര ഭാമയോട് ചോദിക്കാണ്, ഭാമേ, ഞാൻ ഈ പൈസയും കൂടെ എങ്ങനെ വീട്ടിലോട്ട് പോകും? അങ്ങോട്ട് ചെന്നാല് അവിടെ ചോദിക്കില്ലേ ഈ പൈസ എവിടുന്നാണെന്ന്? അപ്പൊ ഞാൻ കാര്യം പറയേണ്ടി വരില്ലേ? കോകില ആ ചേരെന്ന് പറഞ്ഞാൽ പിന്നെ അത് ഞാനും കോകിലയും കൂടി ആണെന്നല്ലേ പറയുള്ളൂ. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല. രേവതിയോട് ഞാൻ ഇത്ര സോഫ്റ്റ് കോർണർ കാണിച്ചെന്ന് പറഞ്ഞാൽ പോലും ആരും അത് അംഗീകരിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനും കോകിലയും കൂടെ ചേർന്ന് മനഃപൂർവ്വം ചെയ്തതാണെന്നേ സച്ചിയും രേവതിയും പറയുള്ളൂ. അതേ രവിയേട്ടനും പറയുള്ളൂ. നിനക്കറിയില്ലേ രവിയേട്ടന്റെ സ്വഭാവം, അത് മതി പിന്നെ എന്നെ കളഞ്ഞിട്ട് ഇറങ്ങി പോകാനെന്ന് ചന്ദ്ര വിഷമത്തോട് പറയുന്നുണ്ട്. എന്തായാലും കോകില പറ്റിച്ചത് വല്ലാത്തൊരു പണിയായിപ്പോയി. പാവം ആ കൊച്ചിന് സംഭവിക്കാഞ്ഞത് ഭാഗ്യമായി. ചന്ദ്ര പറയാണ്, എന്തായാലും കാശ് തിരികെ കിട്ടിയല്ലോ, പക്ഷെങ്കില് അതിവിടെ വെക്കണ്ട, അത് ഞാൻ കൊണ്ടുപോകുന്നില്ല, ഇവിടെ തന്നെ വെച്ചാൽ മതി. ഭാമ ചോദിക്കാണ്, ഇവിടെ തന്നെ വെക്കാനോ? അപ്പൊ നീ അവർക്ക് കൊടുക്കുന്നില്ലേ? ഇപ്പൊ ഞാൻ എങ്ങനെ കൊണ്ടുപോകും? എന്തായാലും കുറച്ചു ദിവസം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതി, അല്ലെങ്കിലേ ഈ പഴയെല്ലാം കൂടെ എന്റെ മണ്ടയ്ക്ക് വീഴുമെന്നും പറഞ്ഞിട്ട് ചന്ദ്ര പോകുന്നുണ്ട്. അതേ കവറോടുകൂടി തന്നെ ഈ ഒരു പൈസ ഭാമ കൊണ്ടുപോയിട്ട് അലമാരയിലും വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവൾ അലമാരയിൽ ഇങ്ങനെ പൈസ വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ കുറച്ചു ദിവസം കഴിയുന്നുണ്ട്. ഭാമയും അതുപോലെ തന്നെ ചന്ദ്രയോട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും. ഈ സമയത്ത് നവീനാണെങ്കിൽ ശ്രുതിയെ വിളിച്ചിട്ട് ഒരുപാട് ഭീഷണിപ്പെടുത്തുന്നുണ്ടോ, തനിക്ക് 2 ലക്ഷം രൂപ വേണമെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവൾ ഓർക്കുന്നത്, എവിടുന്നെങ്കിലും മോഷ്ടിച്ചാണെങ്കിലും ആ പൈസ കൊണ്ട് കൊടുക്കണമെന്ന് ആലോചിക്കുകയാണ്. ആ ഒരു സമയത്തായിരിക്കും ഇവള് ഭാമയുടെ വീട്ടിലേക്ക് ചന്ദ്രയും കൂട്ടി വന്നിട്ടുള്ളത്. ചന്ദ്രയും അവളും കൂടി ഭാമ ചന്ദ്രയ്ക്കും ഇവ കൂടി കഴിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഇവൾ വിൽക്കുന്നത് പോലെ അഭിനയിക്കാണ്. ഭാമയുടെ അലമാരയില് പൈസ ഇരിപ്പുണ്ടെന്ന് ഇവക്ക് അറിയാട്ടോ, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അഭിനയിക്കുന്നതും. അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിക്കാനായിട്ട് അകത്തേക്ക് പോവാണ്. അങ്ങനെ ശ്രുതി പോയിട്ട് എടുക്കുന്നത് വേറെ ഒരു 2 ലക്ഷം രൂപ അതിനകത്ത് ഇരുന്നെടുക്കുക കേട്ടോ. അതായത് നമ്മുടെ ഈ ഭാമയുണ്ടല്ലോ, കോകിലെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, പണം നീ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് കോകിലിനെ വിളിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോകിൽ അവിടെ വന്നിട്ട് ആ പണം എടുത്തോണ്ട് പോയിരുന്നു കേട്ടോ. അത് നമ്മുടെ ചന്ദ്രയോട് ഭാമ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ശ്രുതി പോയിട്ട് ആ ഒരു ഭാമയുടെ മുറിയിരുന്ന പണം എടുത്തോണ്ട് പോവാണ്. അത് ശരിക്കും ഭാമയുടെ പൈസ ആയിരിക്കും കേട്ടോ. ആ പൈസ ആർക്കും അറിയാതെ അവളെ ബാഗിലിട്ടുകൊണ്ട് ആ പണവുമായിട്ട് അവള് പെട്ടെന്ന് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ആന്റി, എനിക്ക് പെട്ടെന്ന് പാർലറിൽ നിന്നും ഒരു കസ്റ്റമർ വിളിച്ചു, പെട്ടെന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. എന്നാ പൊയ്ക്കോന്ന് പറയാണ്. ഇവക്ക് എന്താ മുഖത്ത് ടെൻഷൻ പോലെ ചോദിക്കാണ് ഭാമ. അറിയില്ലല്ലോ, എന്താ പറ്റുന്ന അറിയില്ല എന്നൊക്കെ ചന്ദ്രൻ പറയുന്നുണ്ട്. ശേഷം ഞാനേ പുതിയൊരു സാരി മേടിച്ചു നിന്നെ കാണിക്കാന്നും പറഞ്ഞിട്ട് ഭാമ അകത്തേക്ക് പോകുന്നുണ്ട്. അകത്തേക്ക് പോയിട്ട് അലമാര തുറന്ന് ആ സാരി എടുക്കുന്ന സമയത്താണ് അവൾ ആ പണം ശ്രദ്ധിക്കുന്നത്. അയ്യോ, ഇവിടെ ഇരുന്ന പണം എവിടെ എന്ന് ചോദിക്കാണ്. എന്താടി, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം, അല്ലടി, ഞാൻ ഇവിടെ രാവിലെ 2 ലക്ഷം രൂപ വെച്ചിരുന്ന അത് കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. നിനക്ക് തോന്നിയായിരിക്കും മറ്റേ 2 ലക്ഷം രൂപ കോയിലുടെ കയ്യിൽ കൊടുത്തില്ലേ എന്ന് ചോദിക്കുമ്പം, അതൊക്കെ കൊടുത്തിരുന്നു, പക്ഷെ ഇതെങ്ങനെ വന്നെന്ന് അറിയില്ലല്ലോ, ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ, നിനക്ക് തോന്നിയതായിരിക്കും, ആ പണമായിരിക്കും ഉദ്ദേശിച്ചേ. എടി, ഞാനല്ലേ പണം എടുത്ത് വെച്ചത്, ബാങ്കിൽ നിന്ന് വേറൊരു ആവശ്യമായിട്ട് ഞാൻ പൈസ എടുത്ത് വെച്ചതാ, അതിപ്പോ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. നീ ഒന്നുകൂടെ തപ്പി നോക്കെന്ന് പറഞ്ഞ് 2 പേരും അവിടെ തപ്പി നോക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ചന്ദ്ര ചോദിക്കുകയാണ്, അല്ലടി, ഇവിടെ വേറെ ആരെങ്കിലും വന്നോന്ന് ചോദിക്കുമ്പം, ഇല്ലടി, നീയും അതുപോലെ തന്നെ ശ്രുതി മാത്രമേ വന്നുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ആലേക്കാണ്, ഇനി ശ്രുതി എങ്ങാനും ആയിരിക്കോ ഇത്രയും കള്ളത്തരം പറഞ്ഞവള്, ഇനി അതും ചെയ്യാൻ മടിക്കില്ല എന്ന് ഓർക്കുന്നുണ്ട്. അതിന് ശ്രുതി ഇങ്ങോട്ടേക്ക് വന്നേയില്ലല്ലോ എന്ന് ചന്ദ്ര പറയുമ്പം, അല്ല, അവള് കിച്ചണിലേക്ക് പോയി വെള്ളം കുടിച്ചതേ ഉള്ളൂ, അവൾ മുറിയിലേക്ക് വന്നിട്ടുമില്ല, പിന്നെ എവിടെ പോയി കാണും പണമെന്ന് ആലോചിക്കാണ് ഭാമ. എന്തായാലും ഞാൻ പോലീസിൽ ഒരു കംപ്ലൈന്റ് ചെയ്യട്ടെ, അവരൊന്ന് അന്വേഷിക്കട്ടെ, അതായിരിക്കും നല്ലത്. ഇങ്ങനെ പൈസ കാണാതെ പോയി എന്താ ചെയ്യുക എന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നവീന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശ്രുതി ഈ ഒരു പൈസ അടിച്ചു മാറ്റുന്നത്. അവിടുന്ന് നേരെ അവള് കൊണ്ടുപോയിട്ട് നവീന് ആ പൈസ കൊടുത്തിട്ട് പറയാണ്, ദയവീത് ഇനി എന്നെ ഉപദ്രവിക്കരുത്, ഇനി എന്റെ കുഞ്ഞുണ്ടെന്നുള്ള കാര്യം മാത്രമേ ആ വീട്ടിൽ അറിയാനുള്ളൂ, അതോടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കും. ഇപ്പൊ തന്നെ ഏകദേശം 10 ലക്ഷം രൂപയോളം നിനക്ക് തന്നു കഴിഞ്ഞു, ഇനി എൻ്റെ പൈസ ഇല്ല, ഇതുപോലും ഞാൻ എങ്ങനെ സമ്പാദിച്ചെന്ന് എനിക്കറിയില്ല
എന്റെ അമ്മായിമ്മ ഏത് നിമിഷവും എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന അവസ്ഥയില, ദയവ് ചെയ്ത് ഇനി എന്നെ ഉപദ്രവിക്കരുതെന്നൊക്കെ അവൾ കരഞ്ഞ് കാല് പിടിച്ച് പറയുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ രേവതിയുടെ അനിയനും അതുപോലെ തന്നെ സച്ചിയും കൂടെ ചേർന്നിട്ട് ഇത് ആരാണ്, എങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെയുള്ളത് കണ്ടുപിടിക്കുകയാണ്. കോഹ്ലിയാണ് ഇതിന്റെ പിന്നിൽ നിന്നുള്ളത് കണ്ടുപിടിക്കുന്നു. കാരണം കോഹ്ലിയാണ് സാധാരണ അവിടെ ഇതുപോലെയുള്ള ഓർഡറുകളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ രേവതി കയറി ഇടയ്ക്ക് ആ ഒരു ഓർഡറൊക്കെ വാങ്ങിക്കുന്നതിന്റെ ദേഷ്യം കൊണ്ടാണ് ഇവളിങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ, കോഹ്ലി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം ആ ഒരു കേസും പറഞ്ഞിട്ട് കോഹ്ലിയും രേവതിയുമായിട്ട് ചെറിയൊരു സ്റ്റണ്ടും ഉണ്ടാവുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു കലിപ്പിലാണ് കോഹ്ല ഇങ്ങനെയൊക്കെ ചെയ്തത്. ആ പൈസ പോയത് കൊണ്ട് തന്നെ വേറെ ഓർഡർ നമ്മുടെ രേവതിക്ക് നഷ്ടമായിരുന്നു കേട്ടോ. ഇതെല്ലാം ഓർത്ത് ആകെപ്പാടെ ദുഃഖിച്ചിരിക്കുന്ന നമ്മുടെ രേവതിയെ കണ്ടുകൊണ്ട് സച്ചി തീരുമാനിക്കുകയാണ്, എന്തായാലും പൈസ ഞാൻ തിരിച്ചു പിടിക്കുമെന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വർഷയോടും ശ്രീകാന്തിനോടും സച്ചിയുടെ അനിയനോടുമൊക്കെ ഈ കാര്യങ്ങൾ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എത്രയും പെട്ടെന്ന് കോഹ്ലിയുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് ആ പൈസ തിരിച്ചെടുക്കണമെന്ന് ഇവർ പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാം കൂടി ഒരു പ്ലാൻ ഇടുന്നുണ്ട് കേട്ടോ. വർഷയും ശ്രീകാന്തും അതുപോലെ തന്നെ സച്ചിയും അനിയനും കൂടിയിട്ട് ഈ ഓഫീസർമാരായിട്ട് അവർ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടേക്ക് ചെന്നിട്ട് ഞങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഇൻകം ടാക്സിൽ നിന്ന് വന്നതാ, ഇവിടെ കുറച്ച് അമിതമായ പൈസ ഇരിപ്പുണ്ടെന്നുള്ള പേരിൽ ഞങ്ങൾക്കൊരു കംപ്ലൈന്റ് കിട്ടി, ഞങ്ങൾക്ക് സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സെർച്ച് വാറണ്ട് ആണെന്ന് പറഞ്ഞ് പേപ്പറിൽ എന്തൊക്കെ എഴുതിയൊക്കെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ വർഷയുടെ ബുദ്ധിയായിരിക്കും. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അകത്തൊക്കെ സെർച്ച് ചെയ്യാണ്. ഈ സമയത്ത് സച്ചിക്കും അതുപോലെ തന്നെ വർഷയ്ക്കും ഒക്കെ ആ 2 ലക്ഷം രൂപ അതേപടി അവളുടെ കയ്യിൽ എങ്ങനെയാണോ കൊടുത്തത് അതേപോലെ തന്നെ കിട്ടാണ്. ഇതാണ് അവളുടെ പൈസ എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഈ പൈസ എത്തുമെന്ന് ചോദിക്കാണ്, ഈ പണം എവിടുന്നാണ് എന്ന് ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ സാറിന് പറയുമ്പം സത്യം പറയണ ഇത് എവിടുന്നാന്ന് ചോദിക്കാണ് കേട്ടോ. അത് പിന്നെ മേഡം 6 രൂപ കയ്യിൽ വാങ്ങിച്ചതാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും അല്ല, ഈ പൈസയുടെ സീരിയൽ നമ്പർ വെച്ച് നോക്കിയിട്ട് ഒരു പെൺകുട്ടി ഞങ്ങളുടെ കയ്യിൽ കേസ് തന്നിരുന്നു, ആ പെൺകുട്ടി പൈസ കാണാതെ പോയിരുന്നു എന്ന്. ശരിക്കും ആ പൈസ പോലെ അതേ സീരിയൽ നമ്പറാണ് ഇത്, രണ്ടും സെയിം ആണല്ലോ. ആ പെൺകുട്ടി പറഞ്ഞ അതേ കവറുമാണ്. അപ്പൊ അവർ അടിച്ചു മാറ്റിക്കൊണ്ട് ചോദിക്കുമ്പം ഇയാൾ മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും സച്ചി എടുത്തിട്ട് നന്നായിട്ട് അടി കൊടുക്കുന്നുണ്ട്. സാർ പറഞ്ഞത് ശരിയാ, ഒരു പെൺകുട്ടിയുടെ ഓർഡറിന് വേണ്ടി ഉള്ള പൈസയായിരുന്നു അത്. ഈ കോകില മേഡം പറഞ്ഞിട്ട് ഗുണ്ടകളെ കൊണ്ട് ആ പെൺകുട്ടിനെ ഉപദ്രവിച്ചിട്ട് ആ പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഓഹോ അങ്ങനെയാണോ, എന്തായാലും ഞങ്ങൾ പുറകെ തന്നെ പോലീസിനെ പറഞ്ഞയച്ചേക്കാം, നിന്റെ മേഡത്തിനെ നിന്നെയും പൊക്കാനുള്ളത് എന്നും പറഞ്ഞിട്ട് ഈ കാശ് തിരിച്ചെടുത്തുകൊണ്ട് ഇവർ വരുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ രേവതി അറിയുന്നില്ല കേട്ടോ. രേവതിക്ക് ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സച്ചി ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് സച്ചി ആ പൈസ രേവതിക്ക് കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ രേവതി ചോദിക്കുകയാണ്, ഇതെങ്ങനെ പൈസ കിട്ടിയേ, ഇത് തന്നെയാ, ഇതേ കവറിൽ തന്നെ ആയിരുന്നെന്ന് രേവതി പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട്. ശരിക്കും കോഹ്ലിയാണ് ഇതൊക്കെ ചെയ്തതെന്നും ഇവളെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവളുടെ ഈ ഒരു ഓർഡർ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്തായാലും പൈസ തിരിച്ചിട്ട് സന്തോഷത്തിലാണ് രേവതി. സച്ചി പറയുന്നുണ്ട്, ഞാനാ കണ്ടുപിടിച്ചതെങ്കിലും ഈ ഒരു ഐഡിയ ഒക്കെ വർഷയുടെയാന്ന് പറയുമ്പം അവൾ വർഷയ്ക്ക് നന്ദി പറയുന്നുണ്ട്. അങ്ങനെ സന്തോഷമായിട്ട് രേവതി ആ ക്യാഷ് കൊണ്ടുപോയി കൊടുക്കാനുള്ളവർക്കും അതുപോലെ തന്നെ അവളുടെ അനിയത്തിയുടെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നായിരുന്നു കുറച്ച് കാശ് കടം മേടിച്ചത്. ആ ഒരു പൈസയുമെല്ലാം കൊടുത്തു തീർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ആ ഒരു കേസ് സോൾവ് ആകുന്നത്. അതുപോലെ തന്നെ ഈ ശ്രുതി കാശടിച്ച് മാറ്റിയല്ലോ, അപ്പം അതിന്റെ ഒരു അന്വേഷണവും അതുപോലെ തന്നെ ചന്ദ്ര അത് കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിയാണ് ആ പണം കട്ടയെന്നുള്ളത് ചന്ദ്ര കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ അതെന്താണെന്നുള്ളത് അടുത്തുള്ളവരോട് പറയാട്ടോ. മിസ്സാതിരിക്കാനായിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.